ഹായ്, എസ് ഇവിടെ. ഞാൻ രാവിലെ ഉള്ളത് ഒരു തട്ടുകടയിലാണ്. എന്താ അത് കണ്ടിട്ട് ബോധ്യപ്പെടുത്തലല്ലേ? ഇത് വൈകുന്നേരം 5 മണിക്ക് ശേഷം നിങ്ങൾ വന്നാൽ ഇങ്ങനെ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല. ആളും ബഹളവും ലൈറ്റും ഒച്ചപ്പാടായിട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്തിനാണ് ഇങ്ങനെ തട്ടുകടയിൽ വന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ മാതൃഭൂമി പുറത്തൊരു വാർത്ത വിട്ടത്, അല്ലെങ്കിൽ മാതൃഭൂമി ഒരു വാർത്ത പുറത്തു വിട്ടു. അതായത് തിരുവനന്തപുരത്തെ പല തട്ടുകടകളും അതിലേക്ക് ഫണ്ട് ചെയ്യുന്നത് പല വൻകിട മുതലാളിമാരും ഹോട്ടൽ ഉടമകളുമാണ് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പുറത്തുവിട്ടു. ഇതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴക്കൂട്ടം വാർഡിൽ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറ്റിപ്പറ വാർഡിലെ കൗൺസിലറായിട്ടുള്ള സുനിൽ ചോട്ടുവിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നു. കഴക്കൂട്ടം മുതൽ കാര്യവട്ടം വരെ തട്ടുകടകൾ നടത്തുന്നത് IT ജീവനക്കാരും വൻകിട ഹോട്ടലുകാരും. അതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അത്തരമൊരു സംഭവം ഉണ്ടെങ്കിൽ അത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതിന് സംസാരിക്കാൻ വേണ്ടി രാവിലെ കാര്യവട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയ്ക്കകത്തുള്ളതാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾ പുറകിൽ കാണുന്നത് കൊണ്ട് ഒരു വാഹനം, ഇതാണ് ഇവിടുത്തെ പല തട്ടുകടകളുടെ ഒരു ഫോർമാറ്റ്. അതായത് പഴയ വാഹനം, നിങ്ങൾക്ക് ദൃശ്യം അടുത്തോട്ട് കാണിക്കും, ഇതാണ്ടോ, ഇതുപോലുള്ള പഴയ വാഹനങ്ങളെ കിച്ചൺ ആക്കിക്കൊണ്ടാണ് പല തട്ടുകടകളും ഈ വഴിയോര വക്കിൽ പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ ഉള്ളത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്താണ് ഈ തട്ടുകട പ്രവർത്തിക്കുന്നത്. തട്ടുകട പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ ഈ തട്ടുകട നടത്തുന്നത് ഒരു തെറ്റായ കാരണമായിട്ടല്ല പറയാനുള്ളത്. തട്ടുകടകൾ എന്ന കോൺസെപ്റ്റ് എന്താണ്? തട്ടുകടകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മിതമായ നിരക്കിൽ ആഹാരം കിട്ടേണ്ട ഇടങ്ങളാണ്. അതായത് നമ്മുടെ ഒരു പൊതു ചിന്താഗതി എന്ന് പറഞ്ഞാൽ തട്ടുകട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ദോശ, ചമ്മന്തി, സാമ്പാർ, രസവട, മുളക് ചമ്മന്തി, പപ്പടം, ഓംലെറ്റ്, അത് താറാവായിരുന്നാലും കോഴിമുട്ടയായിരുന്നാലും ഇങ്ങനെയുള്ള ലഘുഭക്ഷണങ്ങൾ മിതമായ വിലയ്ക്ക് ലഭിക്കേണ്ട ഇടങ്ങളാണ് തട്ടുകട എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അത്തരം കോൺസെപ്റ്റിൽ നിന്ന് ഇന്ന് തട്ടുകടകൾ വേറൊരു ആംഗിളിലേക്ക് മാറിയിരിക്കുകയാണ്. ആ വേറൊരു ആംഗിളിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഇതിപ്പോ സുനിൽ, നമ്മുടെ ഈ കൗൺസിലറായിട്ടുള്ള വ്യക്തി, അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു വിവരത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഈ ഹോട്ടലുകൾ അല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ തട്ടുകടൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഇതുപോലത്തെ ഒരു സംവിധാനത്തിൽ ഇവരിവിടെ വരുന്നു. ലൈവ് ഫുഡ് എന്നുള്ള നിലയ്ക്കാണ് ആഹാരങ്ങൾ കൊടുക്കുന്നത്. ഒരിക്കലും ലൈവ് ഫുഡല്ല. ഇവിടെ വെച്ചിട്ട് അവർ ദോശയും ഓംലെറ്റും പൊറോട്ടയും അടിക്കാറുണ്ട്. ബാക്കിയുള്ള കറികളെല്ലാം ഇവർ ഇവിടെ നേരത്തെ മറ്റെവിടെയോ നിർമ്മിച്ച് കൊണ്ടുവരുന്നു. ഇതിനകത്ത് വെച്ച് അത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ വെച്ചിട്ട് അവർക്ക് ആകെ ഒരു ഗ്യാസ് ഊറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊറോട്ടയാണ് ലൈവായിട്ടൊക്കെ അടിക്കുന്നത് കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ തട്ടുകടകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു നമ്മുടെ ഒരു ഭക്ഷ്യ അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതി മാറിയിട്ട് തട്ടുകടകളിൽ എല്ലാത്തരം വിഭവങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. ബീഫ് ആയിരുന്നാലും ചിക്കൻ ആയിരുന്നാലും അതിന്റെ പലതരത്തിലുള്ള വെറൈറ്റികൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ഈ പറഞ്ഞ കൗൺസിലറുടെ ഒരു വാചകത്തിൽ വലിയ സംശയം തോന്നാൻ കാരണം, പലയിടങ്ങളിലും നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ഒരു ബീഫ് റോസ്റ്റിനോ ഒരു ചിക്കൻ റോസ്റ്റിനോ ഒരു ചിക്കൻ കറിക്കോ എത്ര രൂപയാകുന്നുണ്ട്, അതേ വില അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിലയാണ് തട്ടുകടകളിൽ ഈടാക്കുന്നത്. അപ്പോൾ തട്ടുകട എന്ന കോൺസെപ്റ്റ് അപ്പാടെ ഈ കഴക്കൂട്ടം മുതൽ കാര്യവട്ടം വരെയുള്ള പ്രദേശത്ത് മാറിപ്പോയിരിക്കുന്നു, തെന്നിപ്പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാര്യം ഈ ഒരു മേഖലയുടെ ഒരു പ്രത്യേകത എന്താണ്? 10 പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് എന്തില്ല. അവർക്ക് ഈ തട്ടുകട നടത്തുന്നതിന് റെന്റ് കൊടുക്കണ്ട. കാര്യം ഏതെങ്കിലും ഒരു പൊതു ഇടത്തിലായിരിക്കും ഇവർ സ്ഥലം കണ്ടെത്തി ഇത്തരമൊരു ബിസിനസ് ചെയ്യുന്നത്. ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി അത്തരം തട്ടുകടകൾ നടത്തുന്നത് ഒരു തെറ്റല്ല. ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി അവർ അത്തരം ഒരു ചെറിയ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി മിതമായ റേറ്റിൽ ഭക്ഷണം കൊടുത്ത് അവർ അതിന്റെ ഒരു വരുമാനത്തിൽ ഒരു കുടുംബം ജീവിക്കുന്നതിൽ ആരും കുറ്റം പറയില്ല. പക്ഷേ ഈ ഹോട്ടൽ മുതലാളിമാരും IT ജീവനക്കാരായിട്ട് വലിയ പൈസ ഉള്ളവർ, അവർക്ക് കൂടുതൽ കാശുണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു സാഹചര്യത്തെ യൂസ് ചെയ്യുമ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കച്ചവടമായി മാറുകയാണ്, ബിസിനസ്സായി മാറുകയാണ്. അതിനെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഹോട്ടൽ ജീവനക്കാരെ ബാധിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. കാര്യം അവർ ഒരു കടമുറി വാടകയ്ക്ക് എടുക്കുകയാണ്. വലിയ കഴക്കൂട്ടം പോലൊരു പ്രദേശത്ത് അല്ലെങ്കിൽ കാര്യവട്ടം പോലൊരു സ്ഥലത്തൊക്കെ ഒരു കടമുറി ഹോട്ടലിന് വേണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ റെന്റ് കൊടുക്കേണ്ടി വരും. ആ റെന്റിനോടൊപ്പം തന്നെ അവർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ അതിനോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്,
അങ്ങനെ തുടങ്ങി ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ചെലവിന്റെ 1/4 മാത്രമാണ് ഈ തട്ടുകടകൾക്ക് വേണ്ടി വരുന്നത്. അതായത് വൈകുന്നേരങ്ങളിൽ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരിക, ഇവിടെ വെച്ചിട്ട് ഏകദേശം ഒരു 5-6 മണിക്കൂറത്തെ കച്ചവടമാണ്. പരമാവധി 12-1 മണിക്കകത്ത് പരിപാടി കഴിയുന്നു പോകുന്നു. വൈകുന്നേരം 5 മണിക്കൂർ, 6 മണിക്കൂറത്തെ പരിപാടിയാണ്. അപ്പോൾ വൻകിട ബിസിനസ്സുകാരുടെ കച്ചവടത്തെ ബാധിച്ചുകൊണ്ട് ഇവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെയും കഷ്ടത്തിലാക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യമാണെന്ന് അറിയുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുഴപ്പമില്ല. അല്ലെങ്കിൽ സാധാരണക്കാരന് നിങ്ങൾ ഈ തട്ടുകട നടത്തുന്നു എന്നതുകൊണ്ട് ഒരു കട നടത്തുന്ന അടുത്ത് പോയി നമ്മൾ എത്ര രൂപയ്ക്കാണോ സാധനം മേടിക്കുന്നത് അതേ വിലയ്ക്ക് ഒരു ചെലവുമില്ലാതെ, അതായത് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ചെലവില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഡീസൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബാറ്ററി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇത് റൺ ചെയ്യിക്കുന്നത്. അതിനോടൊപ്പം ഒരു കുറ്റി ഗ്യാസ് പോലും തികച്ചു വേണ്ട, പിന്നെ 2-3 ജീവനക്കാർ. അതിനപ്പുറത്തേക്ക് ഇപ്പൊ നിങ്ങൾ ഇത് ഇന്നത്തെ ദിവസം ഒരു ദിവസം ആ കട നടത്തുന്നില്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് പൈസയും ചെലവാകത്തില്ല. മറ്റേ ഹോട്ടലുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ദിവസം അടച്ചിട്ടാൽ പോലും അവർക്ക് ദൈനംദിനം ചെലവാകുന്ന പണത്തിന്റെ അതേ തോതിൽ തന്നെ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇവിടത്തെ വൻകിട ഹോട്ടലുകാരുണ്ടെങ്കിൽ, വലിയ IT മുതലാളിമാരായിട്ടുള്ള അല്ലെങ്കിൽ IT ജീവനക്കാരായിട്ട് അത്യാവശ്യം വലിയ പൈസ ഉള്ളവരൊക്കെ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നതും അതിയായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അങ്ങനെ ആൾക്കാരുടെ ആഹാരത്തിനോടുള്ള ഒരു താല്പര്യത്തെ ഇവിടെ ജനങ്ങൾക്ക് തട്ടുകടയോടൊരു താല്പര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചൂഷണം ചെയ്യുന്ന രീതിക്ക് പിന്നിൽ ഏതെങ്കിലും വൻകിടക്കാരുണ്ടെങ്കിൽ ഒരു കൗൺസിലറുടെ ഭാഗത്തു നിന്ന് തന്നെ അതിനെ സംബന്ധിച്ച് ഒരു സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ തടയിടേണ്ടതുണ്ട്. ജീവിക്കാൻ ചെയ്യുന്നതും കൊള്ളപ്പണം ഉണ്ടാക്കാൻ ചെയ്യുന്നതും 2 തരമാണ്. അത് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൂടെ നിങ്ങൾ മനുഷ്യരെ കൃത്യമായിട്ട് നിങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. നിങ്ങൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടൊരു ഹോട്ടൽ എടുത്ത് നടത്തുന്നില്ല? അപ്പോൾ വഴിവക്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ, അതിൽ അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ ഇവരൊരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് കുറച്ചു കാലം കച്ചവടം നടത്തിയതിന് ശേഷം അവർക്കവിടെ മതിയാകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി അതേ സാധനം മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു പൊതു ഇടത്ത് അവർ ഈ സ്ഥലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് നടത്തുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും ആരുടെയും തറവാടല്ല, പൊതു ഇടമാണ്, നിങ്ങൾക്ക് നിർത്തിപ്പോകാം. പക്ഷെ സ്ഥലം കണ്ടെത്തിയത് ഞങ്ങളാണ് എന്ന നിലയ്ക്ക് ആ സ്ഥലത്തെ ലക്ഷങ്ങൾ വാങ്ങി കൈമാറുന്നു എന്നൊക്കെ പറയുന്നത് പരിപൂർണമായിട്ട് നമ്മുടെ പൊതു ഇടങ്ങളെ കച്ചവടം ചെയ്യുന്ന ചില വൻകിടക്കാരുടെ ബിസിനസ്സായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനെതിരെ ശക്തമായിട്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തടയിടേണ്ടതുണ്ട്. ജീവിക്കാൻ ചെയ്യുന്നതും ചൂഷണം ചെയ്യാൻ ചെയ്യുന്നതും രണ്ടും രണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും.